all, welcome back to another session. Last class നമ്മൾ ഹാർട്ടിൻ്റെ ലെയേഴ്സിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. ഇന്ന് ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർട്ടിൻ്റെ ഇൻഫ്ലമേഷൻ ആണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് പെരികാർഡൈറ്റിസ്. അപ്പോൾ എന്താണ് പെരികാർഡൈറ്റിസ് എന്നുള്ള ഡെഫിനിഷൻ നമുക്ക് ആദ്യം നോക്കാം. സോ here the definition is the inflammation of the pericardium, the thin sac surrounding the heart. അതായത് നമ്മുടെ ഹാർട്ടിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഈ തിൻ സാക്കിൻ്റെ പേരാണ് പെരികാർഡിയം. ഇതിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ പെരികാർഡൈറ്റിസ് എന്ന് പറയുന്നത്. I hope you clear like the inflammation of the pericardium is known as pericarditis. So now we are gonna see the etiology. Etiology നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഇൻഫെക്ഷ്യസ് കോസസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് കോസസ്. സോ ഇൻഫെക്ഷ്യസ് കോസസിൽ ഫസ്റ്റ് വരുന്നത് വൈറലാണ്. അതിൻ്റെ എക്സാമ്പിൾ കോക്സാക്കി വൈറസും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വൈറസും. ഇനി അടുത്തത് ബാക്ടീരിയൽ, ഫോർ എക്സാമ്പിൾ ട്യൂബർകുലോസിസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ്. സോ ദീസ് ആർ ദി ഇൻഫെക്ഷ്യസ് കോസസ് ഓഫ് pericarditis. I repeat, first one is the viral and second one is the bacterial. For the viral, the example is Coxsackie virus and influenza virus. The second one is bacterial, which including tuberculosis and streptococcus. I hope നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്നുള്ളത്. നെക്സ്റ്റ് ഇവിടെ നോൺ ഇൻഫെക്ഷ്യസ് കോസസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഫോർ എക്സാമ്പിൾ ലൂപ്പസ് ആൻഡ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതാണ് ഇതിന് എക്സാമ്പിൾ പറയുന്നത്. പിന്നെ പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ സിൻഡ്രോം ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്യാൻസർ റിലേറ്റഡ് ഓർ ഇഡിയോപ്പതിക്. സോ these are the classification coming under the etiology. The first one is infectious causes and the second one is the non-infectious causes. അപ്പം infectious causes വൈറലും ബാക്ടീരിയലും അതിൻ്റെ എക്സാമ്പിൾ, ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് കോസസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ സിൻഡ്രോം ആൻഡ് ക്യാൻസർ റിലേറ്റഡ് ഓർ ഇഡിയോപ്പതിക്. സോ ദീസ് ആർ ദ etiology ഓഫ് പെരികാർഡൈറ്റിസ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് പെരികാർഡൈറ്റിസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അവിടെ നമ്മൾ സിംറ്റമും സയൻസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് സിംറ്റംസ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. സിംറ്റംസിൽ ഫസ്റ്റ് വരുന്ന കാര്യം, പെരികാർഡൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ആദ്യം തന്നെ ഷാർപ്പ് ചെസ്റ്റ് പെയിൻ, അതായത് അവരുടെ ചെസ്റ്റിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു പെയിൻ ഉണ്ടാകും. അതുപോലെ തന്നെ അത് ഓഫൻ വേഴ്സൺസ് വിത്ത് ഇൻസ്പിരേഷൻ ഓർ ലൈയിങ് ഫ്ലാറ്റ്, അതായത് ഇൻസ്പിരേഷൻ ചെയ്യുന്ന സമയത്തോ നമ്മൾ ഫ്ലാറ്റ് പൊസിഷനിൽ കിടക്കുന്ന സമയത്തോ അതെന്ത് ചെയ്യും, വേഴ്സൺ ആവും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സിംറ്റം, sharp chest pain. I hope it's clear. The next one is fever. പെരികാർഡൈറ്റിസ് ഉള്ളവർക്ക് അറിയാലോ, ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫീവർ ഉണ്ടാകും. അതുപോലെ തന്നെ ഫറ്റിഗ്, പേഷ്യൻറ്റിന് ഭയങ്കര ക്ഷീണമായിരിക്കും. ദെൻ പാൽപിറ്റേഷൻസ് നമുക്ക് സിംറ്റംസിൽ കാണാൻ കഴിയും. സോ ദീസ് ആർ ദ സിംറ്റംസ് കമ്മിങ് അണ്ടർ ദ പെരികാർഡൈറ്റിസ്. സോ നൗ വി ആർ ഗോൺ സീ അബൌട്ട് ദ സൈൻസ്. എന്തൊക്കെയാണ് പെരികാർഡൈറ്റിസ് ഉള്ളൊരു പേഷ്യൻറ്റ് കാണിക്കുന്ന സൈൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്, വിച്ച് മീൻസ് ഇറ്റ്സ് when we auscultate the patient chest, we can heard a pericardial friction rub. Then tachycardia and jugular vein distension if tamponade occurs. അതായത് ടാമ്പണൈഡ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിന്, ടാമ്പണൈഡ് ഒക്യൂർ ചെയ്യുവാണെങ്കിൽ മാത്രം പേഷ്യൻറ്റിന് ടക്കിക്കാർഡിയയും അതുപോലെ തന്നെ ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷനും ഉണ്ടാകും. സോ ദീസ് ആർ ദി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പെരികാർഡൈറ്റിസ്. അപ്പോൾ അത് തന്നെ നമ്മൾ സയൻസും സിംറ്റംസും ആയിട്ടായിരുന്നു റെപ്രസെൻ്റ് ചെയ്തത്. അപ്പം അത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെയാണ് പെരികാർഡൈറ്റിസിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്നുള്ളത്. നൗ നമ്മൾ നോക്കാൻ പോകുന്നത് പെരികാർഡൈറ്റിസിൻ്റെ ക്ലിനിക്കൽ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെരികാർഡൈറ്റിസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ECG. സോ ECG ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ECGയിൽ കാണുന്നത് ഡിഫ്യൂസ് ST എലിവേഷൻ ആയിരിക്കും. അതായത് ST എലിവേഷൻ
ഡിഫ്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ എക്കോ കാർഡിയോഗ്രാം ചെയ്യുമ്പോൾ പെരികാർഡിയൽ എഫ്യൂഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓർക്കുക, എക്കോ കാർഡിയത്തിൽ പെരികാർഡിയൽ എഫ്യൂഷൻ ഉണ്ടാകും. അതുപോലെ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ എന്താ എടുക്കുന്നത്? എലിവേറ്റഡ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, അതായത് CRPയുടെയും ESRൻ്റെയും ഒക്കെ അളവ് വെച്ച് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇമേജിങ് ഇൻക്ലൂഡിങ് ചെസ്റ്റ് എക്സ്റേ, MRI, CT ഫോർ കോംപ്ലിക്കേഷൻസ്. സോ ദീസ് ആർ ദി diagnostic test which is used for pericarditis: ECG, echocardiogram, blood test and imaging. ഇതിൽ ഏതെടുത്താലും നമുക്ക് പെരികാർഡൈറ്റിസ് ആണോ? ECG ആണെങ്കിൽ എന്താ പറഞ്ഞ ST എലിവേഷൻ, ഡിഫ്യൂസ് ST എലിവേഷൻ. ആൻഡ് എക്കോകാർഡിയോഗ്രാമിലാണെങ്കിൽ പെരികാർഡിയൽ എഫ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് എലിവേറ്റഡ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സൊക്കെ നമുക്ക് അൺയൂഷ്വലായിട്ട് കാണാൻ കഴിയും. ദെൻ ലാസ്റ്റ് വൺ ഇമേജിങ്, ചെസ്റ്റ് എക്സ്റേ, MRI, CT ഫോർ ഡിറ്റക്ട് എനി കോംപ്ലിക്കേഷൻ. സോ ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഫോർ പെരികാർഡൈറ്റിസ്. ഇനി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെൻറ്റിലേക്കാണ് പോകുന്നത്. സോ നിങ്ങൾക്കറിയാം, മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കണ്ടീഷൻ എന്താണെന്നും അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്നും വളരെ നന്നായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ മാനേജ്മെൻറ്റിലോട്ട് പോകാം. സോ മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് വൺ മെഡിക്കേഷൻ ആണെങ്കിൽ നമ്മൾ NSAIDs, എക്സാമ്പിൾ ഇബുപ്രൂഫൻ, കോൾക്കീസൈൻ ടു റെഡ്യൂസ് റീഒക്യുറൻസസ്. അത് നമ്മൾ NSAIDs ആണ് കൂടുതലും യൂഷ്വലായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. അത് ഓട്ടോ ഇമ്മ്യൂൺ കോസസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കും. പിന്നെ ഇൻവേഴ്സീവ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ പെരികാർഡിയോസിന്തസിസ് ഫോർ ടാമ്പണൈഡിന് വേണ്ടി ചെയ്യുന്നതാണ് ഇത്, പെരികാർഡിയോസിന്തസിസ്. ഇനി സർജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ്? പെരികാർഡിയോടെക്മി ഫോർ ക്രോണിക് കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ്. അതായത് ഒരു പേഷ്യൻറ്റിന് ക്രോണിക് കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ് ഡയഗ്നോസ് ചെയ്തൊക്കെ കുറേ നാളുകളായി പെരികാർഡൈറ്റിസ് ഇൻഫ്ലമേഷൻ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനാണ് സർജറി. എന്ത് സർജറിയാണ് ചെയ്യുന്നത്? പെരികാർഡിയോടെക്മിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ മെഡിക്കേഷൻ: NSAIDs, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, ദെൻ ഇൻവേഴ്സീവ് പ്രൊസീജിയേഴ്സ്, സർജറി. ഇതാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെരികാർഡൈറ്റിസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് കിട്ടും. പെരികാർഡൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റീസെൻ്റ്ലി ആസ്കിങ് MCQ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് പെരികാർഡൈറ്റിസ് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ് എടുത്ത് പോയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ തിയറി വൈസ് നന്നായി വായിച്ചിരിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ്, അതായത് പെരികാർഡൈറ്റിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം റിവൈസ് ചെയ്യണം. അതെല്ലാം റിവൈസ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് നമ്മുടെ ഹാർട്ടിനുണ്ടാകുന്ന അടുത്ത ഒരു ഇൻഫ്ലമേഷനായ എൻഡോകാർഡൈറ്റിസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ എൻഡോകാർഡൈറ്റിസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പെരികാർഡൈറ്റിസ് ആണ് പഠിച്ചത്. ഐ ഹോപ്പ് നിങ്ങൾ റിവൈസ് ചെയ്തെന്ന്, നമ്മൾ നോട്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി എങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ പെരികാർഡൈറ്റിസ് മനസ്സിലായെങ്കിൽ നമുക്കിനി എൻഡോകാർഡൈറ്റിസിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ നമുക്ക് എന്താണ് എൻഡോകാർഡൈറ്റിസ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ആദ്യം തന്നെ ഡെഫിനേഷൻ. So, endocarditis, it's the inflammation of heart's inner lining. Endocardium typically involves the heart valves. അതായത് ഇൻഫ്ലമേഷൻ തന്നെയാണ് എവിടെയാണ് ഉണ്ടാകുന്നത്? ഹാർട്ടിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ, വിച്ച് മീൻസ് എൻഡോകാർഡിയം. എൻഡോകാർഡിയത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് എന്തെന്ന് പറയുന്നത്? എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് സീ ദ എപ്പിഡെമിയോളജി. ആദ്യം തന്നെ പ്രിവാലൻസ് ആണ്. പ്രിവലൻസ് എന്ന് പറയുമ്പോൾ ഇത് ഒരു റെയർ ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷനാണ്, ബട്ട് ഇറ്റ്സ് എ സീരിയസ് കണ്ടീഷൻ. റെയർ ബട്ട് സീരിയസ്. ആൻഡ് അറ്റ് റിസ്ക് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് വിത്ത് പ്രോസ്തെറ്റിക് വാൽവ്സ് വെച്ചിട്ടുള്ള പേഷ്യൻസിലും അതുപോലെ കൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് ഉള്ളവരിലും ഇൻട്രാവീനസ് ഡ്രഗ് യൂസ് ചെയ്യുന്നവർ ഓർ ഇമ്മ്യൂണോ സപ്രഷൻ. ലൈക്ക് ഇൻട്രാവീനസ് ഡ്രഗ് യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് IV ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഈ പ്രൊലോങ്ഡ് IV പോകുന്നവർക്ക്, അതുപോലെ തന്നെ
കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക്, അതുപോലെ പേഷ്യൻറ്റിന് നമ്മൾ പ്രോസ്തറ്റിക് വാൽവ്സ് ഒക്കെ അപ്ലൈ ചെയ്യില്ലേ, അങ്ങനെയുള്ളവരിലാണ് കൂടുതലായി ഇത് കാണുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ജെൻഡർ ആൻഡ് ഏജ്, അത് കൂടുതലായും മെയിലാണ് കാണുന്നത്. ഓൾഡർ അഡൽട്ട്സിൽ മെയിലിലാണ് കൂടുതലായിട്ടും ഇത് കാണുന്നത്. സോ ദിസ് ഈസ് ദ എപ്പിഡമിയോളജി ഓഫ് എൻഡോകാർഡൈറ്റിസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പം ആരിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്നുള്ളതും, അതുപോലെ തന്നെ ഈ കൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് ഉള്ളവരിലും പ്രോസ്തറ്റിക് വാൽവ് വെച്ചിട്ടുള്ളവരിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണുന്നത്, എൻഡോകാർഡൈറ്റിസ് കാണുന്നത്. നൗ വി ആർ ഗോയിങ് ടു സീ ദ ഏറ്റിയോളജി ആൻഡ് ദ റിസ്ക് ഫാക്ടേഴ്സ്. സോ കോമൺ പതജൻസ് ആൻഡ് പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്, ഇത് മനസ്സിലാകാനുള്ള കുറച്ച് ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് രണ്ട് ബോക്സിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ as you can see here, the bacteria is Staphylococcus aureus or Streptococcus viridans. So these bacteria can cause this disease, and also fungi, Canadia എന്ന് പറയുന്ന ഫംഗി കാരണവും നമുക്ക് ഇതുണ്ടാകാം. അതുപോലെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് സച്ച് എസ് സ്ട്രക്ചറൽ ഹാർട്ട് ഡിഫക്ട്സ്, അതുപോലെ തന്നെ പ്രോസ്തറ്റിക് വാൽവ് ഓർ പേസ് മേക്കേഴ്സ്, ഇൻട്രാവീനസ് ഡ്രഗ് യൂസ്. നമ്മൾ നേരത്തെ ഏറ്റിയോളജി നോക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രിവാലൻസ് നോക്കിയപ്പോഴത്തേക്കും അതിൽ കണ്ടായിരുന്നു എങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും വരാനുള്ള ചാൻസ്. പ്രോസ്തറ്റിക് വാൽവ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടു. അതുപോലെ തന്നെ ഇൻട്രാവീനസ് ഇൻഫ്യൂഷൻസ് യൂസ് ചെയ്യുന്നവരിലും ഇത് കാണാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമ്മൾ കണ്ടു. സോ ഇതാണ് ഇതിൻ്റെ ഈറ്റിയോളജി അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ്. സോ ഇങ്ങനെയുള്ള പേഴ്സൺസിൽ കൂടുതലായും എന്ത് കാണും, എൻഡോകാർഡൈറ്റിസ് കാണും. സോ now we are going to see about the clinical features of endocarditis. എന്തൊക്കെയാണ് എൻഡോകാർഡൈറ്റിസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ളത്? അപ്പോൾ കോമൺ സിംറ്റംസും ഉണ്ട്, സ്പെസിഫിക് സൈൻസും ഉണ്ട്. ഏതൊരു ഡിസീസ് കണ്ടീഷൻ എടുത്താലും നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് കാണുന്ന കുറച്ച് സൈൻസും ഉണ്ട്. സോ കോമൺ സിംറ്റംസിനകത്ത് ഇൻക്ലൂഡിങ് ആയിട്ടുള്ളതാണ് ഫീവർ, fatigue, night sweats, weight loss, new or worsening heart murmurs. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ സിംറ്റംസ്. നമ്മൾ പഠിച്ചു ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ റൈസ് ആകും. സോ പേഷ്യൻറ്റ് വിൽ ഗെറ്റ് ദ ഫീവർ, ദെൻ ഫറ്റീഗ്, നൈറ്റ് സ്വെറ്റ്സ്, വെയ്റ്റ് ലോസ്, ന്യൂ ഓർ വേഴ്സണിങ് ഹാർട്ട് മർമേഴ്സ്. ഇനി സ്പെസിഫിക് സൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ജെയിൻവേ ലീഷൻസ്, ദെൻ സെക്കൻഡ് വൺ ഓസ്ലർ നോട്ട്സ്, തേർഡ് വൺ സ്പ്ലിൻഡർ ഹെമറേജസ്. ഇപ്പോൾ ജെയിൻവേ ലീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എറിത്രമാറ്റസ് സാക്കുലർ നൊഡ്യൂൾസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതിനെയാണ് ജെയിൻവേ ലീഷൻസ് എന്ന് പറയുന്നത്. ഇനി ഓസ്ലർ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ടെൻഡർ purple pink nodules with a pale center and are usually found on the tip of fingers and toes. അപ്പോൾ ഇത് യൂഷ്വലി കാണുന്നത് ഒരു പിങ്ക് കളറിൽ ആണ് കാണുന്നത് തന്നെ ഫിംഗേഴ്സിലും ടോസിലും ഒക്കെയാണ്. അടുത്തത് സ്പ്ലിൻഡർ ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ്, ലൈക്ക് സ്മോൾ ഏരിയ ബ്ലീഡിങ്, അത് കൂടുതലായിട്ട് നമ്മുടെ നെയിൽസിൻ്റെ അണ്ടറിലൊക്കെ ചെറിയ ചെറിയ ബ്ലീഡിങ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്പ്ലിൻഡർ ഹെമറേജസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി സ്പെസിഫിക് സൈൻസ് ഓഫ് endocarditis. So I hope it's clear. So these are the clinical features of endocarditis. Now we are discussing about the importance of diagnostic criteria. There are major criteria and the minor criteria. Major criteria including blood cultures, echocardiography, evidence of vegetation. So echocardiography ചെയ്യുമ്പോൾ vegetation formation ഉണ്ടാകും, അതാണ് മേജർ ക്രൈറ്റീരിയ. ഇനി മൈനർ ക്രൈറ്റീരിയ അതാണെങ്കിൽ ഫീവർ, പിന്നെ അതുപോലെ തന്നെ എംബോളിക് ഫിനോമിനൻ, പ്രീഡിസ്പോസിങ് കണ്ടീഷൻസ്. സോ ദീസ് ആർ മൈനർ ക്രൈറ്റീരിയാസ്. അപ്പോൾ നമ്മൾ ക്രൈറ്റീരിയ വെച്ചാണ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ചെയ്യുന്നത്. സോ മേജർ ക്രൈറ്റീരിയ എന്താണ്, മൈനർ ക്രൈറ്റീരിയ എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. So these are coming under the diagnostic criteria. So now we are going to discuss very detailedly about the treatment. So based on culture results, antibiotic therapy, നമ്മൾ കൾച്ചറിൻ്റെ റിസൾട്ട്സിലാണ് ആൻറ്റിബയോട്ടിക് തെറാപ്പി പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വാങ്കോമൈസിൻ പ്ലസ്
സെഫ്ട്രിയാക്സോൺ. അപ്പോൾ സെഫ്ട്രിയാക്സോണും വാങ്കോമൈസിനും കൂടി കമ്പൈൻ ചെയ്താണ് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർജിക്കൽ ഇൻ്റർവെൻഷൻ അതെപ്പോഴാണ് കൊടുക്കുന്നത്? ഹാർട്ട് ഫെയിലിയർ, അൺകൺട്രോൾഡ് ഇൻഫെക്ഷനും അൺകൺട്രോൾഡ് ആണ്. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയറിലേക്ക് പേഷ്യൻറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ surgical intervention. So these are the treatment coming under endocarditis. So today we are discussed about endocarditis. Detail ആയിട്ട് നമ്മൾ എന്താണ് endocarditis എന്നും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സൈൻസ് സിംറ്റംസ് ഒക്കെ നോക്കി. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ടിപ്പിക്കൽ സൈൻസ് എപ്പോഴും റീസെൻ്റ്ലി എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എന്താണ് ജെയിൻവേ ലീഷൻസ് എന്നുള്ളതും അതുപോലെ തന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻഡോകാർഡൈറ്റിസിൻ്റെ ഡീറ്റെയിൽ നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസും കിട്ടും. സോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് ചെയ്തിട്ട് വരിക. അപ്പോൾ മയോകാർഡൈറ്റിസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹാർട്ട്, വൺ ഓഫ് ദി ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹാർട്ട് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പെരികാർഡൈറ്റിസ് എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ എൻഡോകാർഡൈറ്റിസ് എന്താണെന്ന് പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് മയോകാർഡൈറ്റിസ്. സോ നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ മയോകാർഡൈറ്റിസ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ഹാർട്ട് മസിൽ which is called as the myocardium, often due to an infection or autoimmune reaction. ഒരു ഓട്ടോഇമ്മ്യൂൺ റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ മൂലം ഉണ്ടാകാവുന്ന ഇൻഫ്ലമേഷൻ, മയോകാർഡിയത്തിൽ ഉണ്ടാകാവുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദ ഡെഫിനിഷൻ ഈസ് ക്ലിയർ. അപ്പം മയോകാർഡിയം ലെയറിനുണ്ടാകാവുന്ന ഇൻഫ്ലമേഷനെയാണ് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അതൊരു ഇൻഫെക്ഷൻ മൂലമോ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ മൂലമോ നമുക്കുണ്ടാകാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോസസ് ഓഫ് മയോകാർഡിയം, എന്തൊക്കെ കാരണങ്ങളാണ്. അതിൽ ആദ്യത്തെ കാറ്റഗറി വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷൻ മൂലം നമുക്ക് മയോകാർഡൈറ്റിസ് വരാറുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. കോമൺ വൈറസ്, കോക്സാക്കി വൈറസ്, അഡിനോ വൈറസ്, COVID-19 വൈറസ്. സോ വൈറസ് ഓർത്തിരിക്കുക ഏതൊക്കെയാണ് വൈറസ് എന്നുള്ളത്. അത് കോക്സാക്കി വൈറസ്, അഡിനോ വൈറസ് ആൻഡ് COVID-19 വൈറസ്. അപ്പോൾ COVID-19 വൈറസ് മൂലം നമുക്കുണ്ടാകാവുന്ന ഒരു ഇൻഫ്ലമേഷനാണ് എന്ത്? മയോകാർഡൈറ്റിസ്. അപ്പം മേ ബി ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതിലെ എക്സാമ്പിൾസ് സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ, അതുപോലെ തന്നെ ലൈം ഡിസീസ്, ബൊർലിയ ബർഗോഡഫെറി എന്നുള്ള ഒരു കാറ്റഗറി ഓഫ് വൈറസസ് ബാക്ടീരിയാസ് ഉണ്ടാക്കാവുന്ന ഡിസീസാണ് ലൈം ഡിസീസ്. ആൻഡ് അതുപോലെ തന്നെ സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ മൂലം നമുക്കിതുണ്ടാകാം. ഇനി ഫംഗൽ ഇൻഫെക്ഷൻ വിച്ച് ഈസ് വെരി വെരി റെയർ ബട്ട് ക്യാൻ ഒക്യൂർ ഇൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസ്. അതായത് ഈ ഇമ്മ്യൂണിറ്റി ഒക്കെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ മയോകാർഡൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് വിച്ച് ഈസ് വെരി റെയർ. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് വൈറൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടു. അപ്പോൾ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കണ്ടു. അടുത്തത് എന്താണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഞാൻ പറഞ്ഞ പോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക്, അതായത് ഏതൊക്കെ കണ്ടീഷനാണ്? ലൂപ്പസ് ഓർ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ക്യാൻ കോസ് ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ഓൺ ദ ഹാർട്ട്. അപ്പം ലൂപ്പസ് അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമുക്ക് എന്തുണ്ടാകും? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള പേഷ്യൻസിന് നമുക്ക് ഈ പറയുന്ന പോലെ മയോകാർഡൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രഗ് റിയാക്ഷൻ, സർട്ടൻ മെഡിക്കേഷൻ ഓർ ഇലിസിറ്റ് ഡ്രഗ്സ് ക്യാൻ ലീഡ് ടു മയോകാർഡൈറ്റിസ്. അതായത് ചില മെഡിസിൻസ് ഒക്കെ നമുക്ക് മയോകാർഡൈറ്റിസിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ ടോക്സിൻസ് വിച്ച് ഇസ് ആൽക്കഹോൾ ആൻഡ് അതർ ടോക്സിൻ ക്യാൻ contribute to inflammation of the heart. Excessive intake of alcohol and some exposure to toxin can lead to myocarditis. So ഇത് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ബാക്ടീരിയൽ, വൈറൽ, ഓട്ടോ ഇമ്മ്യൂൺ അങ്ങനെ കാറ്റഗറീസ് ആയിട്ടാണ് ഇപ്പോൾ കണ്ടത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ അബൌട്ട് ദി കോമൺ സിംറ്റംസ്. അപ്പോൾ കോമൺ സിംറ്റംസ് എന്തൊക്കെയാണ്? ഈ ബോക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സിവിയർ കേസ്, മയോകാർഡൈറ്റിസിൻ്റെ സിവിയർ ഫോം ആകുമ്പോൾ ഉണ്ടാകാവുന്ന എന്താണ് സിംറ്റംസ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും കോമൺ സിംറ്റംസിൽ ഫസ്റ്റ് വൺ ചെസ്റ്റ് പെയിൻ. ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ ഓഫൺ ഷാർപ്പ് ഓർ പ്രഷർ ലൈക്ക് മിമിക്കിംഗ് ഹാർട്ട് അറ്റാക്ക്, ലൈക്ക്
നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു പ്രഷർ നമ്മുടെ ചെസ്റ്റിലുണ്ടാകും. അതിനെ തുടർന്ന് നമുക്ക് ഭയങ്കര പെയിനും ഉണ്ടാകും. ഇനി അടുത്തത് ഫാറ്റിഗ്. ഫാറ്റിഗ് എന്ന് പറയുമ്പോൾ ജനറലി ഫീലിംഗ് ഓഫ് ടയേർഡ്നെസ് ആൻഡ് വീക്ക്നെസ്. ആസ് യു നോ ദാറ്റ്. എന്താണ് ഫാറ്റിഗ് എന്നുള്ളത്? ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡിഫിക്കൽട്ടി ഓഫ് ബ്രീത്തിങ് ഡ്യൂറിങ് ഫിസിക്കൽ ആക്ടിവിറ്റി ഓർ റെസ്റ്റ്. റെസ്റ്റ് എടുത്താലോ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താലോ patient will have shortness of breath. Okay. Then palpitation, irregular and heartbeats. Like palpitation എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല, അത് മയോകാർഡൈറ്റിസ് കാണും. Then light headedness or syncope, fainting or dizziness. Syncope, ഫെയിൻറ്റിങ് മുതലായ സിംറ്റംസ് ഒക്കെ പേഷ്യൻറ്റിൽ കാണും. അതുപോലെ സ്വെല്ലിങ് ഇൻ ലെഗ്സ്, ആങ്കിൾ ആൻഡ് ഫീറ്റ് ഡ്യൂ ടു ഹാർട്ട് ഫെയിലിയർ. ഇനി അതിന് തന്നെ സിവിയർ കേസിൽ വരുമ്പോൾ ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസ് കാണിക്കും. അതുപോലെ തന്നെ സഡൻ കാർഡിയാക് അറസ്റ്റ് ഓർ അരിത്മിയാസ്. സോ ദീസ് ആർ ദി കോമൺ സിംറ്റംസ് വിച്ച് ആർ അപ്പിയറിങ് ഇൻ മയോകാർഡൈറ്റിസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വേണം എപ്പോഴും ഈ കൂടുതലായിട്ടും ഈ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഏജ് റിലേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി തന്നെ ഏജ് ആണ്. ക്യാൻ അഫക്റ്റ് ഓൾ ഏജ് ഗ്രൂപ്പ് ബട്ട് മോർ കോമൺ ഇൻ യങ് അഡൽട്സ്. അപ്പോൾ യങ് അഡൽട്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഇൻഫ്ലമേഷൻ ഏതാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാണ് മയോകാർഡൈറ്റിസ്. ആൻഡ് ഇൻഫെക്ഷൻ ഹിസ്റ്ററി, റീസെൻറ്റ് വൈറൽ ഓർ ബാക്ടീരിയൽ എന്തെങ്കിലും ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനുള്ള പേഷ്യൻസിൽ മയോകാർഡൈറ്റിസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വീക്കെൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഡ്യൂ ടു കണ്ടീഷൻസ് ലൈക്ക് HIV, ക്യാൻസർ. അപ്പോൾ ക്യാൻസർ പേഷ്യൻസ് അതുപോലെ തന്നെ HIV പേഷ്യൻസൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര പ്രതിരോധശേഷി കുറവല്ലേ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് പെട്ടെന്ന് അവർക്ക് ഈ മയോകാർഡൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഹാർട്ട് കണ്ടീഷൻ, ഓൾറെഡി ഒരു ഹാർട്ട് കണ്ടീഷനുള്ള പേഷ്യൻ്റാണ്, അതിന് മെഡിസിൻസ് ഒക്കെ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പം ഓൾറെഡി ഡയഗ്നോസ്ഡ് ആണ് എങ്കിൽ അങ്ങനെയുള്ളവരിൽ ഈ മയോകാർഡൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദി റിസ്ക് ഫാക്ടേഴ്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഡയഗ്നോസിസ് ഓഫ് മയോകാർഡൈറ്റിസ്. ഫസ്റ്റ് വൺ, മെഡിക്കൽ ഹിസ്റ്ററി. മെഡിക്കൽ ഹിസ്റ്ററി, സിംറ്റംസ് ആൻഡ് പ്രീവിയസ് ഇൻഫെക്ഷൻ. സോ പേഷ്യൻറ്റിന് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷന് മെഡിക്കൽ ഹിസ്റ്ററിക്കൊക്കെ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നോക്കേണ്ടത് പ്രീവിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെക്ക് ഫോർ അബ്നോർമൽ ഹേർട്ട് സൗണ്ട്. നമുക്ക് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ അബ്നോർമൽ ഹേർട്ട് സൗണ്ട്സ് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ അത് നോക്കുക. ഈ ടെസ്റ്റുകളാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റിലാണെങ്കിൽ എലിവേറ്റഡ് മാർക്കേഴ്സ്, ട്രോപ്പോണിൻ്റെ ഒക്കെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹേർട്ട് ഡാമേജിന്. ഇനി ECG എടുക്കുക, അബ്നോർമൽ ഹേർട്ട് റിതംസ് നമുക്ക് ചെക്ക് ചെയ്യാൻ. എക്കോ കാർഡിയോഗ്രാം എടുക്കാം ടു വിഷ്വലൈസ് ഹേർട്ട്സ് പമ്പിങ് എബിലിറ്റി. MRI എടുക്കാം, കാർഡിയാക് MRI for inflammation and detection. But these are the diagnosis of myocarditis, which including medical history, physical examination, blood test, ECG. Okay, I hope it's clear. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. സോ now we are going to discuss about the treatment of myocarditis, which is very important. So the first one is the supportive care. We should give support to the patient, which including rest, management, like complete rest ആയിരിക്കണം പേഷ്യൻ്റ്. അതുപോലെ തന്നെ സിംറ്റം മാനേജ്മെൻറ്റ്. ഒരു നഴ്സിന് വേണ്ട ഏറ്റവും ഗുഡ് ക്വാളിറ്റിയാണ് സിംറ്റം മാനേജ്മെൻറ്റ്. അത് നമ്മൾക്ക് എപ്പോഴും വേണം. ഈ ഒരു കണ്ടീഷനിൽ മാത്രമല്ല, നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ സിംറ്റം മാനേജ്മെൻറ്റാണ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മാനേജ്മെൻറ്റ് എന്താണ്? ഓക്സിജൻ തെറാപ്പി. സോ ഓക്സിജൻ തെറാപ്പി, ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ്, ആൻഡ് മേ ബി വിൽ പേഷ്യൻ്റ് ഹാവ് ഇൻക്രീസ്ഡ് ഫീവർ. നമ്മൾ ലാസ്റ്റ് പെരികാർഡൈറ്റിസ് പറഞ്ഞപ്പോഴും എൻഡോകാർഡൈറ്റിസ് പറഞ്ഞപ്പോഴും പറഞ്ഞു പേഷ്യൻ്റ് വിൽ ഹാവ് ഹൈപ്പർതെർമിയ. ഹൈപ്പർതെർമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ വി ഷുഡ് ഗീവ് antipyretics for the fever control. So antipyretics administration. Then medication വരുവാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, ഇമ്മ്യൂണോസപ്രസീവ് തെറാപ്പി, അതൊക്കെ കൊടുക്കും. ഇമ്മ്യൂണോസപ്രസീവ് തെറാപ്പി ഒക്കെ കോമൺലി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള കേസസിലാണ് കൊടുക്കുന്നത്. അതുപോലെ AC ഇൻഹിബിറ്റേഴ്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, ഡയററ്റിക്സ് ഫോർ മാനേജിങ് ഹേർട്ട് ഫെയിലിയർ സിംറ്റംസ്. ഇനി നമുക്ക് ആൻറ്റിവൈറൽ
ഓർ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ്. ഇൻഫെക്ഷസ് കേസ് ആണെങ്കിൽ നമുക്ക് ആൻറ്റിവൈറൽ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഇനി മാനേജ്മെൻറ്റ് ഓഫ് അരിത്മിയ നമ്മൾ പഠിച്ചു. അരിത്മാറ്റിക് ഡ്രഗ് ഓർ ഇംപ്ലാന്റബിൾ ഡിവൈസസ് ലൈക്ക് പേസ് മേക്കർ, ഡീഫിബ്രിലേറ്റർ ഇൻ സിവിയർ കേസസ്. അപ്പോൾ നമ്മൾ ഡീഫിബ്രിലേറ്റർ അല്ലെങ്കിൽ പേസ് മേക്കർ സിവിയർ ആയിട്ടുള്ള കേസസിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. സോ ദീസ് ആർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് മയോകാർഡൈറ്റിസ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സപ്പോർട്ടീവ് കെയർ നഴ്സസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. അതുപോലെ സിംറ്റം മാനേജ്മെൻറ്റ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻറ്റിപയററ്റിക് മെഡിക്കേഷൻ അതൊക്കെ ഫീവർ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ. സോ മെഡിക്കേഷൻ ഏതൊക്കെയാണ്? ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ്, ACE ഇൻഹിബിറ്റേഴ്സ്, അങ്ങനെയുള്ള മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ അതിൽ നമ്മൾ മാനേജ് ചെയ്യണം. സോ ദീസ് ആർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. സോ ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന്. ലൈക്ക് നമ്മൾ ഇന്ന് മയോകാർഡൈറ്റിസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടും അതുപോലെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കുക. പെരികാർഡൈറ്റിസ്, എൻഡോകാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ് 3 കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവരും റിവൈസ് ചെയ്യുക. വിഷിങ് യു ഓൾ ദി വെരി ബെസ്റ്റ്.